ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഗോവൻ സെക്കൻഡ് ഡേ ആണ്. രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചാണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നാട്ടിലെ പോലെ അല്ല, ഇവിടെ നല്ല ചായ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എന്നാലും ഒരെണ്ണം കണ്ടുപിടിച്ച് പോയി ചായയൊക്കെ കുടിച്ചു. വരുന്ന വഴിക്ക് ഈ പള്ളിയിൽ കയറി. ഇന്ന് സൺഡേ ആണ്. ഇവിടുത്തെ കുർബാനയൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല, ഇവരുടെ ഭാഷയിലാണ്. എന്നാലും നമ്മുടേതായ രീതിയിൽ കണ്ട് പ്രാർത്ഥനയൊക്കെ ചെയ്ത് നമ്മളിത് ബ്ലെസ്ഡ് ആയിട്ട് ഇന്നത്തെ കറക്കത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ഇന്നത്തെ സ്പോട്ട് വരുന്നത് ഗോവൻ മാർക്കറ്റ് ആണ്. ഇനി കുറച്ചു നേരത്തേക്ക് ഗോവൻ മാർക്കറ്റിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് കാണാം. മാർക്കറ്റിലെ സെറ്റപ്പ് ഒക്കെ ഏതാണ്ട് നമ്മുടെ എറണാകുളം മാർക്കറ്റ് ഒക്കെ പോലെ തന്നെയാണ് കേട്ടോ. എല്ലാവിധ ഐറ്റംസും തന്നെ ഇവിടെ ഉണ്ട്. ഈ ഡ്രസ്സസ് ഒക്കെ ഭയങ്കര വിലക്കുറവായിരുന്നേ. ഷോർട്സ് ആണിത്. നമ്മൾ 2-3 മേടിച്ചു, നമുക്ക് വീട്ടിലൊക്കെ ഇടാമല്ലോ. പിന്നെ പച്ചക്കറി, ഫ്രൂട്ട്സ്, ഫിഷ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ട്. പ്രൈസ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലേലും കുറച്ച് വിലക്കുറവൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ അത്രമേൽ വിലക്കുറവെന്നൊന്നും പറയാനില്ല കേട്ടോ. അതും ചില ഐറ്റംസ് ആണ്, എല്ലാ ഐറ്റംസ് ഒന്നും അല്ല. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. നമ്മള് മേടിക്കാനൊന്നും അല്ലെങ്കിലും ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാൻ അവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ ഒന്ന് ചുമ്മാ കയറി. നാട്ടിൽ കിട്ടാത്ത എന്തെങ്കിലും വെറൈറ്റി മീനുണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല. നമ്മുടെ കല്ലുമ്മക്കായ, കക്ക എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മീനൊക്കെ ആണെങ്കിലും എല്ലാം ഫ്രഷ് ആണ്. എന്തെങ്കിലും വെറൈറ്റി സ്നാക്സ് ഉണ്ടോ എന്നും നോക്കി. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. നമ്മൾ ഇവിടുന്ന് കുറച്ച് മഞ്ഞൾ മേടിച്ചായിരുന്നു. മഞ്ഞൾ കണ്ടപ്പോൾ നല്ല ഫ്രഷും ക്വാളിറ്റി ഉള്ളതാണെന്നൊക്കെ തോന്നിയോണ്ട് മനുവിന് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. അപ്പോൾ ഒരു കറക്കം കഴിഞ്ഞ് നമ്മളിതേ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു. തിരിച്ച് വണ്ടിയിലോട്ട് കയറുവാണ്. വണ്ടിയിൽ ചെറിയ രീതിയിൽ വെള്ളോടി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് അടുത്ത സ്പോട്ടിലോട്ട് വന്നിരിക്കുവാണ്. ഇതൊരു ബീച്ചാണ്. ഈ ബീച്ചിന്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ഈ ബീച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു സീനറിയും നല്ലൊരു ലുക്കുള്ളൊരു ബീച്ചായിരുന്നു. നല്ല ക്ലീൻ ബീച്ചായിരുന്നു. നമ്മൾ കുറച്ചു നേരം വെള്ളത്തിലൂടെയൊക്കെ അങ്ങനെ കളിച്ചൊക്കെ നടന്ന് ഇത് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ബീച്ചാണ്. ഏതും കണ്ടില്ലേ വെള്ളം കണ്ടതിന്റെ ആഘോഷം. ജട്ടിപ്പുറത്താണെന്ന് മാത്രം. ഗോവയിൽ ഒരുമിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു ഈ സംഭവം, നമ്മുടെ ഹെയർ ബ്രൈഡിങ്. അപ്പൊ എവിലുവിനും ആഗ്രഹം, എന്നാ പിന്നെ ചെയ്യാന്ന് വിചാരിച്ചു. ഞാനും എവിലുവും കൂടി നമ്മുടെ ബീച്ചിൽ നിന്നൊക്കെ കയറിയിട്ട് ഈ ചേച്ചിനെ കൊണ്ട് നമ്മള് തലയിൽ ബ്രൈഡിങ് ഒക്കെ ചെയ്തിട്ടോ. കൊള്ളായിരുന്നു, ക്യൂട്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്? അപ്പൊ നമ്മൾ ആ കറക്കവും കഴിഞ്ഞ് നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വന്നു. ഇന്ന് നമുക്ക് ബിരിയാണിയാണല്ലോ. ബിരിയാണി കൊള്ളാൻ തിരക്കേടില്ല. അപ്പൊ ഫുഡ് കഴിച്ചും കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് എത്തി. ഇന്നത്തെ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ പരിപാടിയിലേക്കാണ് ഈ പോകുന്നത്. ഇന്നലത്തെ പോലെ തന്നെ നമ്മൾ എൻജോയ് ചെയ്ത് ഇന്നും സ്വിമ്മിംഗ് പൂളിൽ അർമാദിച്ചു. ഇന്നലെ ഇറങ്ങാനത് കുറെ പേരൊക്കെ ഇന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആണുങ്ങളുടെ ഒരു സാഹസമായിരുന്നു. നമ്മുടെ റീൽസിലൊക്കെ കാണില്ലേ, അതുപോലെ ഇങ്ങനെ വെള്ളത്തിലോട്ട് ചാടുന്ന പരിപാടി. അപ്പോൾ അതിന്റെ ക്യാമറമാനായിട്ട് എന്നെയാണ് നിയോഗിച്ചത്. ഓരോരുത്തരായിട്ട് ചാടുന്നത് കാണാം. ഞാൻ മോനെ ആൽബിചേട്ടൻ മാത്രം പറ്റിച്ചു. അടുത്ത നമ്മുടെ കുട്ടികളുടെ സെക്ഷനാണ്. അതും കലക്കി. അങ്ങനെ കുറെ നേരം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ കളിച്ചർമാദിച്ച് കുറച്ചു നേരമൊക്കെ ഇരുന്നു. പിന്നെ എന്നത്തെ പോലെ ആൽബിച്ചേട്ടൻ നമ്മളെല്ലാരെയും വിളിച്ചു കൂട്ടി അടുത്ത ലൊക്കേഷനിലോട്ട് പോയി. അടുത്ത ലൊക്കേഷൻ വരുന്നത് ഇത് നമുക്ക് ക്രൂയിസ് ആണ്, ഒരു DJ ക്രൂയിസ്. നമ്മൾ അവിടെ വന്ന് ലൈനൊക്കെ നിന്നു. വരിയായിട്ട് നമ്മൾ ക്രൂയിസിലോട്ട് കയറുന്നു. ക്രൂയിസ് കൊള്ളായിരുന്നു. ഇച്ചിരിയും കൂടി സെറ്റപ്പൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാലും സംഭവം അടിപൊളിയാണ്. നമുക്കിങ്ങനെ കടലിലൂടെ ഇങ്ങനെ നടന്ന് എല്ലാ കാഴ്ചകളും കാണാം. നമുക്ക് അവർ ഇതെല്ലാം പറഞ്ഞു തരും. ഓരോ സൈഡിലും ഉള്ള കാഴ്ചകളും അതിന്റെ ഹിസ്റ്ററിയും ഒക്കെ അവർ തന്നെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടി DJ ക്രൂയിസ് അല്ലേ, കുറെ DJസും ഡാൻസ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു.
ഷിപ്പിന്റെ ലുക്കിലല്ല കാര്യം, അതിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിലാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഇതിൽ നമുക്കൊരു 3 പെർഫോമൻസ് ഇവരുടെ വക ഉണ്ടായിരുന്നു. ഗോവയുടെ തന്നെ തനതായ രീതിയിലുള്ള 3 ടൈപ്പ് ഓഫ് ഡാൻസ്. അതെല്ലാം ചെയ്തത് ഈ സെയിം കുട്ടികൾ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ കാണാൻ രസമായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് അവർ ആദ്യം കുട്ടികളെ മാത്രം സ്റ്റേജിലോട്ട്, ഷിപ്പിൻ്റെ ഫ്രണ്ടിലോട്ട് വിളിച്ച് ഡാൻസ് ചെയ്യിപ്പിച്ചു. അവരവരുടെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് കൊടുക്കും. കുട്ടികൾക്ക് ഇഷ്ടമുള്ള പോലെ ഡാൻസ് കളിക്കാം. നമ്മുടെ എവിലിക്കുട്ടി ഇടയിൽ പോയി നിൽക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് കൂട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ അത്രയ്ക്ക് അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു. അതിനുശേഷം നമ്മുടെ കപ്പിൾസിൻ്റെ പരിപാടിയായിരുന്നു. ഇത് അങ്ങ് ബാക്കിൽ നോക്കൂ, 2 കപ്പിൾസ് നിന്ന് ഡാൻസ് കളിക്കുന്നത്. ഞാനും മനോജനുമാണ്. ആഹാ, എന്താ ഡാൻസ്! ഗോവയുടെ ഒരു അന്തരീക്ഷത്തിൽ ഒരു ആൽക്കഹോളിക് വെതറൊക്കെ ആയതുകൊണ്ട് ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ ഇച്ചിരി അടിപൊളിയായിരുന്നു. ഇതിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വന്ന 2-3 കപ്പിൾസ് ഉണ്ട് കേട്ടോ. നമ്മളങ്ങ് അർമാദിക്കുക, കിട്ടുന്ന സമയം എൻജോയ്. മനോജേട്ടൻ അടിപൊളി ഡാൻസ് ആയിരുന്നു. ഇതൊന്നുമല്ല, മനോജേട്ടൻ്റെ ഒരു സിംഗിൾ ഡാൻസ് വേറെ വരുന്നുണ്ട്. അടുത്തത് അവർ സ്റ്റേജിലോട്ട് വിളിച്ചത് നോക്കൂ, ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള പുരുഷന്മാരെയായിരുന്നു. ഇതൊരു ഹൈലൈറ്റ് ഓഫ് ദി ഡേ ആയിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു. ഇത് നോക്കൂ, മനോജേട്ടൻ്റെ ഡാൻസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മനോജേട്ടൻ അങ്ങ് കിടന്ന് അർമാദിക്കുമായിരുന്നു. ആദ്യം പോകാൻ ഭയങ്കര ചമ്മൽ കാണിച്ച ആളാണെന്നും കൂടി ഓർക്കണം. ഓൾറെഡി കപ്പിൾ ഡാൻസിന് വന്നതല്ലേ, ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വൻ ഷോ ആയിരുന്നു. ഉന്തിത്തള്ളി വിട്ടപ്പോൾ കാണുന്നു ദേ ഈ അഴിഞ്ഞാട്ടം. എല്ലാവരും നല്ല മൂഡിലായിരുന്നത് കൊണ്ട് സ്റ്റെപ്പെല്ലാം അടിപൊളിയായിരുന്നു. ആർക്കും നാണമൊന്നും ഉണ്ടായിരുന്നില്ല. കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീടിനും കുടുംബത്തിനൊക്കെ വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും അധ്വാനിക്കുന്നുണ്ട്. എന്നാലും പുരുഷന്മാരിങ്ങനെ എല്ലാം മറന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റു ടെൻഷനെല്ലാം മാറ്റി വെച്ച് 2-3 ദിവസം നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നതല്ലേ. അപ്പോൾ 2 സ്റ്റെപ്പ് ഇട്ടില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ട്രിപ്പ്. ഇതെന്താ ക്യാമറയും. അവർ വെറൈറ്റി സ്റ്റെപ്പൊക്കെ കണ്ടുപിടിച്ചു. ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ശരിക്കും ആ ക്രൂയിസിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ട് വൈബായിട്ടുണ്ടായിരുന്ന ആൾക്കാർ നമ്മുടെ കൊച്ചിക്കാർ തന്നെയായിരുന്നു. അവർ ആ സ്റ്റേജ് അങ്ങ് ഏറ്റെടുത്തു. ഏതാണ്ട് നമ്മുടെ ക്രൂയിസ് യാത്രയൊക്കെ തീരാറായി. നമ്മളെ കലാശക്കൊട്ടിലോട്ട് കടക്കുവാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്യായിരുന്നു. ബോയ്സ് ഗേൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കലാശക്കൊട്ടായിട്ട് എല്ലാവരും അങ്ങ് അർമാദിച്ച് ബ്ലാസ്റ്റ് ചെയ്യുന്നതാണിത്. അപ്പോൾ ഒരു അടിപൊളി ക്രൂയിസ് യാത്രയായിരുന്നു ഇത്. എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ എത്തിയിട്ട് നമ്മളൊരു നൈറ്റ് റൈഡ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ്. ഇത് നമ്മുടെ ട്രിപ്പിൻ്റെ പാക്കേജിൽ പെട്ടതല്ല കേട്ടോ. അപ്പോൾ ഗോവയിൽ വന്നിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാതിരിക്കണം എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ കുറച്ച് താല്പര്യകക്ഷികൾ 2-3 പേർ കൂടി നമ്മൾ റെൻറ്റിന് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ ബാഗ ബീച്ചിലോട്ട് തന്നെയാണ് വന്നത്. വരുന്ന വഴി കുറച്ച് കശുവണ്ടിയൊക്കെ മേടിക്കാൻ ഇറങ്ങി. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ബാഗ ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുക. നമ്മൾ
ഒരു പിടിയും കിട്ടത്തില്ല. നമ്മൾ ഒരു ദിവസം വന്നത് ഏത് സൈഡിലാണ്, മറ്റേത് ഏതറ്റത്താണ്, നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുമായിരുന്നു. ഓൾറെഡി കുറച്ച് പേര് ആദ്യമേ വന്നായിരുന്നു. അവിടെ തിരക്കിയാണ് നമ്മൾ എത്തിയതെങ്കിലും നമുക്ക് സ്ഥലം മാറിപ്പോയി. നമ്മൾ വന്നത് കറക്റ്റാണ് നമുക്ക് തോന്നും, പക്ഷെ കറക്റ്റ് അല്ലായിരുന്നു. നമ്മൾ വേറൊരു അറ്റത്തായിരുന്നു വന്നത്. പിന്നെ ലൊക്കേഷനൊക്കെ ഇട്ടത് അവസാനം ഇവരെ കിട്ടി. ഇവരാണ് നമ്മുടെ കൂടെ വന്ന മറ്റു തൽപരകക്ഷികൾ. ഇതോടുകൂടി അവസാനിക്കുവാണ്. സ്റ്റേ ട്യൂൺ ഫോർ ഡേ 3. All the dreams like tingle stars. The tingle stars like glowing gems. എപ്പോ? But the gems are floating like gems and sperms. Humpty Dumpty. ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞ് 1ാം ക്ലാസ് കൂടി